ഹലോ, ഹായ് ആൾ, വെൽക്കം ടു അനദർ വീഡിയോ. പെൻസാൻസിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് യാത്ര ദൂരെയാണ് സെൻറ് ഐവ്സ് എന്ന ടൗൺ. അവിടുത്തെ ഒരു പ്രധാന സ്പോട്ടായ പോർട്ട്മിൻസ്റ്റർ ബീച്ചിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഇത് പെൻസാൻസിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഔട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം വൺ ഓഫ് ദ ഫസ്റ്റ് തിങ് വി നോട്ടീസ് വൈൽ വാക്കിംഗ് ത്രൂ ദ പെൻസാൻസ് ഇസ് ദ ബ്യൂട്ടിഫുൾ സ്റ്റോൺ ഹൗസസ്. വളരെ സ്ട്രോങ്ങും വെതർ റെസിസ്റ്റൻറ്റും ഒക്കെ ആയതുകൊണ്ടാവാം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരം വീടുകൾ കൂടുതലായിട്ട് കാണുന്നത്. ഇത്തരം വീടുകൾ കടൽക്കാറ്റ്, അതായത് ഈ സാൾട്ടി സീ എയറിനെ നന്നായി വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഈ തിക്ക് വാൾസ് സമ്മറിൽ കൂളായിട്ടും വിൻ്ററിലെ കൊടും തണുപ്പിൽ വീടിനെ വാമായിട്ടും വെച്ച് ഹെൽപ്പ് ചെയ്യും. അതായത് ഇവിടുത്തെ ഒരു ലിവിങ്ങിനെ ഈ ഒരു കോസ്റ്റൽ വെതറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഇങ്ങനൊരു ബിൽട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ പോർട്ട്മിൻസ്റ്റർ ബീച്ചിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി. നമുക്ക് കാർ പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത് കുറച്ച് ദൂരെയായിട്ടാണ്. ഇതിവിടെ പലയിടത്തും കാണുന്ന സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എവിടെയാണെങ്കിലും കാർ പാർക്കിംഗ് കുറച്ച് ദൂരെയായിട്ടായിരിക്കും നമുക്കുണ്ടായിരിക്കുക. പിന്നെ അങ്ങോട്ട് നടക്കുക തന്നെ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ബേയിലോട്ടെത്തി. ഈ കാണുന്നതാണ് സ്മിറ്റൺ സ്പിയർ ആൻഡ് ലൈറ്റ് ഹൗസ്. പിന്നെ ഒരുപാട് സീഗൾസിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ നാട്ടിൽ കാക്കേനെ കാണുന്ന പോലെ നമുക്കിവിടെ സീഗൾസിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്മിറ്റൺ പിയർ എന്താണെന്ന് വെച്ചാൽ ഹൈ ടൈഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണത്. അവിടുന്ന് കുറച്ചുകൂടി നടന്ന് നമ്മളെത്തി ബീച്ച് സൈഡ് എത്തി. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണുള്ളത്. ബേബിക്ക് പിന്നെ സേഫ്റ്റി സീറ്റ് കൈപിടിക്കുക കാരണം ബേബീനെ സുഖമായിട്ട് നമുക്കവിടെ വയ്ക്കാൻ പറ്റി. അധികമോൻ ഒരു രക്ഷയില്ല. ബീച്ച് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത്ര ഇഷ്ടമാണ്. ആഘോഷിക്കുകയാണ് അങ്ങോട്ട്. വളരെ സോഫ്റ്റായ ഗോൾഡൻ കളർ സാൻഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ഇങ്ങനത്തെ ഒരു സണ്ണി ഡേയിൽ ഒരു ട്രോപ്പിക്കൽ ഏരിയ പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഈ ബീച്ച് വളരെ ആപ്റ്റാണ് ഫോർ സ്വിമ്മിങ്, റിലാക്സിങ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് കോർണിഷ് സൺഷൈൻ എൻജോയ് ചെയ്യാനൊക്കെ. എത്രയോ ആൾക്കാർ വന്നിട്ട് ബീച്ചിൽ ചില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിഡ്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും ഒക്കെ ഒരു ലവ്ലി അറ്റ്മോസ്ഫിയർ ആണുള്ളത്. സീസൺ ആയതുകൊണ്ടും സീ ഗാർഡ്സൊക്കെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വേണ്ട വിധത്തിലുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ അതത് സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ സീഗൾസ് കുറേ പറക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കയ്യിൽ നിന്നും എടുത്തു കൊണ്ട് പോകുന്നുണ്ട്. നമുക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ വന്ന് എടുത്തിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു അലകളും സീഗൾസ്, സോഫ്റ്റ് ആൻഡ് ഗോൾഡൻ സാൻഡ് ആൻഡ് ദിസ് ക്രൗഡ്, ഇതൊക്കെയാണ് പോർട്ട്മിൻസ്റ്റർ ബീച്ചിന് ഒരു യുണീക്ക് വൈബ് കൊടുക്കുന്നത്. ഇതൊരു പെർഫെക്റ്റ് ഡേ ട്രിപ്പ് ആയിരുന്നു. പോർട്ട്മിൻസ്റ്റർ ബീച്ച് ഒരു സെൻറ് ഐവ്സ് മാജിക് ആഡ് ചെയ്യുന്ന ഒരു സ്പോട്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിലോട്ട് നടക്കുകയായിരുന്നു. കുറച്ചധികം സ്റ്റെപ്സ് കയറാനായിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് അത്തിപ്പഴമാണ്, ഫിഗ്. അങ്ങനെ നമ്മൾ നടന്ന് കയറി പോകുമ്പോൾ വേറൊരു സംഭവം കണ്ടു. നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആപ്പിൾ ട്രീസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ട്രീ കണ്ടു. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ പൊട്ടിച്ച് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറ്റാവുന്ന പോലെ ഒരു 4-5 ആപ്പിൾസൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ അപ്പം തന്നെ കഴിച്ചു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായി. എപ്പോഴും ഈ ജേർണിയിൽ നമുക്ക് കാണാം ഒരുപാട് സ്റ്റോൺ ഹൗസസ്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീടുകൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.